തക്കാളി ഇട്ട് കൊടുക്കാം നമുക്ക്. ഈ ഒരു രസം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് തക്കാളി ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. തീയൊന്നും കത്തിക്കണ്ട, വെറുതെ നമ്മൾ രസം ഉണ്ടാക്കാൻ പോണ ചട്ടി വെച്ചിട്ട് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് കുരുമുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട്, കായപ്പൊടി ലാസ്റ്റ്. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് പുളിവെള്ളം നമ്മളിവിടെ നേരത്തെ കലക്കി വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ചട്ടി ഗ്യാസിലേക്ക് വെച്ച് കത്തിച്ചു കൊടുത്താൽ മതിയാവും. ഓക്കെ, ഇനി നമുക്കിത് ഗ്യാസ് കത്തിച്ചു കൊടുക്കാം. ഇതിന് തിളച്ച് വരുമ്പോൾ മാത്രം നമുക്ക് ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് നമുക്ക് തിളക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ രസത്തിന്റെ ഒരു ഇത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. തട്ടി വെച്ച് കൊടുത്തിട്ട് താളിച്ചിട്ട് രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ചട്ടി ചൂടായിട്ട് വരട്ടെ. ഇനിയിപ്പോ നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ഇനിയിപ്പോ കടുകും കുറച്ച് ഉലുവയും കൂടി താളിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നമുക്കിനി ഇത് നേരെ രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ 5 മിനിറ്റ് കൊണ്ടുള്ള രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.